ഹലോ ഫ്രണ്ട്സ്, അയൺ ടെക്നീഷ്യൻ ഇൻഫോർമേറ്റീവ് ചാനലിൻ്റെ 4ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന റിമോട്ട് കീലെസ് എൻട്രി സിസ്റ്റത്തെക്കുറിച്ചാണ്. റിമോട്ട് കീലെസ് എൻട്രി സിസ്റ്റത്തിൽ കീ ഫോബ് എങ്ങനെ ഉപയോഗിക്കണം, അതായത് ഒരു വാഹനത്തിൻ്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വാഹനത്തിൻ്റെ ബാറ്ററി ഡൗണായി, ബാറ്ററി ഡ്രെയിൻ ആയിട്ട് വാഹനം സ്റ്റാർട്ടാകുന്നില്ല, അല്ലെങ്കിൽ റിമോട്ടിൻ്റെ ബാറ്ററി ഡൗണായി, ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് വാഹനം എങ്ങനെ തുറക്കാം എന്നതിനൊക്കെ ഇപ്പോൾ ഉള്ള പുതിയ മോഡൽ വാഹനങ്ങളിലെല്ലാം കീ ഫോബ് ഇങ്ങനെയാണ് വരുന്നത്. കീ ഫോബ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ കീ ഫോബിനകത്ത് തന്നെ ഒരു ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററി ബിലോ 3 വോൾട്ടിലാവുകയാണെങ്കിൽ വാഹനം സ്റ്റാർട്ടാകത്തില്ല. അതുപോലെ വാഹനത്തിൻ്റെ ബാറ്ററി ബിലോ 12 വോൾട്ടിൽ താഴെ ആകുകയാണെങ്കിൽ വാഹനം സ്റ്റാർട്ടാകുന്നില്ല. അങ്ങനെയുള്ളൊരു അവസരത്തിൽ വാഹനം ബ്രേക്ക് ഡൗൺ ആവുക, നിങ്ങൾക്ക് വാഹനം ഓപ്പൺ ആകണം, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള തിങ്സൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് വാഹനം വർക്ക്ഷോപ്പിൽ ഏൽപ്പിക്കണം. അങ്ങനെയുള്ള സാഹചര്യം നിങ്ങൾ എങ്ങനെ ഡോർ ഓപ്പൺ ആക്കണം എന്നതിനെക്കുറിച്ചാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കീ ഫോബ് കാണാം. ഇതിൽ ഒരു ലോക്ക് ബട്ടൺ, അൺലോക്ക് ബട്ടൺ, ഒരു ബൂട്ട് ഏരിയ തുറക്കാൻ, അതായത് ലിഫ്റ്റ് ഗേറ്റ് തുറക്കാനുള്ള, ഡിക്കി തുറക്കാനുള്ള ഒരു ഓപ്ഷൻ കാണാം, ഒരു സ്വിച്ച് കാണാം. അതേപോലെ തെഫ്റ്റ് അലാറത്തിൻ്റെ ഒരു ബട്ടൺ കാണാം. പിന്നെ നിങ്ങൾക്ക് ഈ കീ, അതായത് നമുക്ക് ഡോർ അങ്ങനെ വാഹനം ലോക്കായിട്ട് നമുക്ക് തുറക്കാൻ പറ്റുന്നില്ല. അപ്പം മാനുവലായിട്ട് എങ്ങനെ തുറക്കാം? ഈ റിമോട്ടിൻ്റെ സൈഡിലൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാം. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാനുവലായിട്ടുള്ള കീ പുറത്തെടുക്കുക. ഇത് റിമോട്ടിൻ്റെ ഉള്ളിലേക്ക് കീ ഫിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ തുറന്നു. എന്നിട്ട് ഇത് മാനുവലായിട്ട് എങ്ങനെ തുറക്കാമെന്ന് ഞാൻ വാഹനത്തിൽ കാണിച്ചു തരാം. വാഹനത്തിൽ എങ്ങനെ റിമോട്ട് കീ ഫോബ് മാത്രമുള്ള വാഹനങ്ങളിൽ എങ്ങനെ മാനുവലായിട്ട് തുറക്കാം എന്ന് ഞാൻ വാഹനത്തിൽ കാണിച്ചു തരാം. ഈ വാഹനത്തിൻ്റെ ഡ്രൈവർ ഡോർ, പാസഞ്ചർ എല്ലാ ഡോറുകളിലും ഇതേ ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ ഫുൾ കവേർഡാണ്. ഈ ഫുൾ കവേർഡായിട്ടുള്ള ഡോറ് നമുക്ക് എങ്ങനെ ഓപ്പൺ ആക്കാം? ഈ ഡോർ ഹാൻഡിൽ നമ്മൾ പുള്ള് ചെയ്തിട്ട് ഈ ഡോർ ഹാൻഡിലെ ക്യാപ്പ് നിങ്ങൾക്ക് കാണാം. ഞാനിതിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ക്യാപ്പ് നമ്മളിങ്ങനെ പുള്ള് ചെയ്യുക, ഈ കീ മാനുവൽ കീ കൊണ്ട് തന്നെ. എന്നിട്ട് ഇങ്ങനെ തുറന്നിട്ട് ഈ ക്യാപ്പ് എടുക്കുക. ഇതാണ് ക്യാപ്പ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മാനുവൽ കീ കാണാം. മാനുവൽ കീ കൊണ്ട് ഈ ഡോറ് നമ്മൾ ഓപ്പൺ ആക്കാം, ലോക്കാക്കാം. അൺലോക്ക് ആക്കി എന്നിട്ട് നമുക്ക് വാഹനത്തിനുള്ളിൽ കയറി നമ്മുടെ പേഴ്സണൽ സാധനങ്ങൾ എടുക്കാം. എന്നിട്ട് വർക്ക്ഷോപ്പിലേക്ക് നമുക്ക് എന്താ കംപ്ലയിൻറ്റ്സ് എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകാം. എന്തുകൊണ്ട് ബാറ്ററി ഡ്രെയിൻ ആയി, എങ്ങനെ റിമോട്ടിൻ്റെ ബാറ്ററി ഡൗൺ ആയി, ബാറ്ററി മാറാറായോ, ഇൻസ്പെക്ഷന് വേണ്ടി നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഈ നമ്മൾ വാഹനം തുറന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ക്യാപ്പ് റിട്ടേൺ ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇപ്പം വാഹനം തുറന്നു, നമുക്ക് വാഹനം ന്യൂട്രാക്കി, അതായത് ഷിഫ്റ്റ് ലോക്ക് പ്രസ് ചെയ്ത് നമ്മുടെ വാഹനം ഓട്ടോമാറ്റിക്കാണ്. ഷിഫ്റ്റ് ലോക്ക് പ്രസ് ചെയ്ത് നമുക്ക് വാഹനം ന്യൂട്രാക്കിയിട്ട് നമുക്ക് വാഹനം ബ്രേക്ക് ഡൗൺ വെഹിക്കിളിലോ അല്ലെങ്കിൽ വാഹനം അങ്ങനെ ജമ്പ് സ്റ്റാർട്ട് ചെയ്തോ നമുക്ക് വാഹനം ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അല്ല റിമോട്ടിൻ്റെ ബാറ്ററി മാറിയാലും ഈ റിമോട്ടിനകത്ത് 3 വോൾട്ടിൻ്റെ ബാറ്ററി നമുക്ക് വാങ്ങാൻ കിട്ടും. ആ ബാറ്ററി ഇട്ടിട്ട് നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് എന്ത് കൺസേൺ കൊണ്ട്, എന്ത് കോസ് കൊണ്ട് ഇത് ബാറ്ററി ഡ്രെയിനായി, വാഹനത്തിൻ്റെ ബാറ്ററി എന്ത് ഡ്രെയിനായി, എന്താ കാരണം എന്നുള്ളത് നമുക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. റിമോട്ട് കീലെസ് എൻട്രി സിസ്റ്റം ഉള്ള വാഹനങ്ങളിൽ വാഹനത്തിൻ്റെ 1 മീറ്ററിനുള്ളിൽ റിമോട്ട് കീ ഫോബ് ഡ്രൈവറിൻ്റെ പോക്കറ്റിലോ അല്ലെങ്കിൽ പേഴ്സിലോ ബാഗിലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാസീവ് എൻട്രി സാധ്യമാണ്. അത് ഡ്രൈവർ ഡോറിൻ്റെ ഇവിടെ ഒരു ബട്ടൺ കാണാം. ഇത് പാസീവ് എൻട്രി സ്വിച്ചാണ്. ഇത് ഒരു പ്രാവശ്യം പ്രസ് ചെയ്താൽ ഡ്രൈവർ ഡോർ അൺലോക്ക് ആവും. 2 പ്രാവശ്യം പ്രസ് ചെയ്താൽ ഓൾ ഡോർ അൺലോക്ക് ആവും. അതേപോലെ എല്ലാ ഡോറിലും ഈ പാസീവ് എൻട്രിക്കുള്ള ബട്ടൺ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ പാസഞ്ചർ ഡോറിൽ കാണാം നിങ്ങൾക്ക് പാസീവ് എൻട്രി. ഈ പാസീവ് എൻട്രി സ്വിച്ച് എല്ലാ ഡോറിനും ഉണ്ട്. അതേപോലെ ബൂട്ട് ഏരിയ, ലിഫ്റ്റ് ഗേറ്റ്, ഡിക്കി ഡോറ് തുറന്ന് നമുക്ക് ഉള്ളിൽ സാധനങ്ങൾ എന്തെങ്കിലും എടുക്കണമെങ്കിലും നമ്മൾ ഇതേ എൻട്രി, പാസീവ് എൻട്രി ഡിക്കി ഡോറിൻ്റെ സ്വിച്ചിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിക്കി ഡോർ ഓപ്പണായിട്ട് നമുക്ക് വാഹനത്തിനുള്ള സാധനങ്ങൾ എടുക്കാവുന്നതാണ്. റിമോട്ട് കീലെസ് എൻട്രി സിസ്റ്റമുള്ള വാഹനങ്ങളിൽ വെഹിക്കിൾ പേഴ്സണൽ മെനു ഉണ്ട്. ഈ പേഴ്സണൽ മെനു ഡ്രൈവറിന് ഡോർ ലോക്ക് എങ്ങനെ ലോക്കാക്കണം, അൺലോക്ക് ആക്കണം എന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് വെഹിക്കിൾ സെറ്റിങ്സ് കാണാം. വെഹിക്കിൾ സെറ്റിങ്സിൽ നിങ്ങൾക്ക് 2 കാണാം: പവർ ഡോർ ലോക്ക്, റിമോട്ട് ലോക്ക്, അൺലോക്ക്, സ്റ്റാർട്ട്. അതായത് ഇതിൻ്റെ കീ ഫോബിൽ കാണാം സ്റ്റാർട്ട് ബട്ടൺ, റിമോട്ട് ലോക്ക്, അൺലോക്ക് ലോക്ക്, അതേപോലെ ബൂട്ട് ഏരിയ ഓപ്പൺ ആക്കാനുള്ള ബട്ടൺ, പാനിക് അലാമിൻ്റെ സ്വിച്ച്.
അലാമിൻ്റെ സ്വിച്ച് ഉണ്ട്. ഇതിൽ റിമോട്ട് ലോക്കിൽ റിമോട്ട് അൺലോക്ക് ലൈറ്റ് ഫീഡ്ബാക്ക് ഫ്ലാഷ് ലൈറ്റ്. ഇപ്പം നമുക്ക് റിമോട്ട് പ്രസ് ചെയ്യുമ്പോൾ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആകും. അൺലോക്കും ലോക്കും ആകുമ്പോൾ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആകാനുള്ള ഓപ്ഷനാണ്. റിമോട്ട് ലൈറ്റ് ആൻഡ് ഹോൺ. ഇപ്പോൾ റിമോട്ട് ലോക്ക് ചെയ്യുമ്പോൾ ലൈറ്റ് ഓണായി ഹസാർഡ് സ്വിച്ച്, ഹസാർഡ് നിങ്ങൾ ഹസാർഡ് കണ്ടിട്ടുണ്ടാവും, വാഹനത്തിൻ്റെ ഹസാർഡ്, അതായത് 4 ഇൻഡിക്കേറ്ററും ഒരേ സമയം ഓണാകും. ഇത് ഓണാകും. അതേപോലെ ഇതിൽ ഓപ്ഷൻ ലൈറ്റ് ഉള്ളി, ഹോൺ ഉള്ളി. ഇത് ലൈറ്റ് ആൻഡ് ഹോണാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. റിമോട്ട് ഡോർ ലോക്ക്, ഡ്രൈവർ ഡോർ മാത്രമാണ് റിമോട്ട് ഓപ്പൺ ആകാൻ വേണ്ടി ഇതിൽ ഓപ്ഷൻ ഇട്ടേക്കുന്നത്. ഓൾ ഡോർസ് അല്ല, ഡ്രൈവർ ഡോർ മാത്രമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. റീലോക്ക് റിമോട്ട് അൺലോക്ക് ഡോർസ് ഓണാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ താഴത്തേക്ക് കുറേ ഓപ്ഷൻ ഉണ്ട്. റിമോട്ട് ഓട്ടോ സീറ്റ്, ഹീറ്റഡ് സീറ്റ്, പാസീവ് ഡോർ ലോക്ക്. പാസീവ് ഡോർ ലോക്ക് ഡ്രൈവർ ഡോർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. പാസീവ് ഡോർ അൺലോക്ക് ഡ്രൈവർ ഡോർ മാത്രമാണ്. അതങ്ങനെ സെലക്ട് ചെയ്താൽ ഞാൻ മുമ്പ് കാണിച്ച് 2 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഡോർ അൺലോക്ക് ആവും. അത് നമ്മൾ ഡ്രൈവർ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ അനുസരിച്ചായിരിക്കും അത്. റിമോട്ട് ലെഫ്റ്റ് ഇൻ വെഹിക്കിൾ അലർട്ട്, അതുകൊണ്ട് ഇപ്പോൾ റിമോട്ട് നമ്മൾ വാഹനോട്ടത്ത് പാർക്ക് ചെയ്തിട്ട് പോയി, ഇത് നമ്മൾ റിമോട്ട് എടുക്കാൻ മറന്നുപോയി, അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ ഒരു അലർട്ട് നമുക്ക് തരും വാഹനം. ഒരു ബീപ്പ് അലാറം, നമ്മൾ ഡോർ ക്ലോസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ബീപ്പ് അലാറം നമുക്ക് വാണിംഗ് ആയിട്ട് തരുന്നതാണ്. പിന്നെ ഇവിടെ വീണ്ടും കാണാം പവർ ഡോർ ലോക്ക്, അൺലോക്ക് ഡോർ, ആൻറ്റി ലോക്കൗട്ട്. ഇതിൽ ഓണിലാണ് കിടക്കുന്നത്. ഓട്ടോ ഡോർ ലോക്ക്, അത് വാഹനം 10 കിലോമീറ്റർ അല്ലെങ്കിൽ 15 കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ സ്പീഡായി കഴിഞ്ഞാൽ ഓട്ടോ ഡോർ ലോക്കാവും. എല്ലാ ഡോറുകളും ലോക്കാവും. അതിനുവേണ്ടിയുള്ള ഓപ്ഷൻ, അത് ഓൺ അല്ലെങ്കിൽ ഓഫ് ചെയ്യാം നമുക്ക്. പിന്നെ ഈ കീ ഫോബിന് ഇതുണ്ട്, റിമോട്ട് സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷനുണ്ട്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ഇത് നമുക്ക് വാഹനത്തിൻ്റെ ബാറ്ററി, റിമോട്ടിൻ്റെ ബാറ്ററി ഡൗൺ ആയി ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് വാഹനം ജമ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലാതെ നമുക്ക് റിമോട്ടിൽ സ്റ്റാർട്ട് ആകുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ വാഹനത്തിനുള്ളിൽ തന്നെ ഒരു കീ ഫോബിൻ്റെ ഒരു പോക്കറ്റ് ഉണ്ട്. നമ്മുടെ ഗ്ലോ ബോക്സിനുള്ളിൽ അല്ലെങ്കിൽ അതിൻ്റെ പാസഞ്ചറിൻ്റെ സാധനങ്ങൾ വെക്കുന്ന ബോക്സിനുള്ളിൽ റിമോട്ട് കീ ഫോബ് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ റിമോട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഡ്രൈവർ ബ്രേക്ക് ചവിട്ടി വാഹനം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇത് സ്റ്റോപ്പ് സ്റ്റാർട്ട് ബട്ടൺ ടൈപ്പ് പ്രസ്, ബട്ടൺ സ്റ്റാർട്ടിംഗ് ഉള്ള എൻജിൻ സ്റ്റോപ്പ് സ്റ്റാർട്ട് ബട്ടണും ഉള്ള വാഹനങ്ങളിലും കീ ഫോബ് ഉള്ള വാഹനങ്ങളിലും എല്ലാം ഈ ഓപ്ഷൻ അവൈലബിൾ ആണ്. എല്ലാ വാഹനങ്ങളിലും, പുതിയ മോഡൽ വാഹനങ്ങളിൽ നമുക്ക് വാഹനത്തിൻ്റെ കീ ഫോബ് ബാറ്ററി ഡൗൺ ആണെങ്കിൽ, ബിലോ 3 വോൾട്ട് ആണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. റിമോട്ട് കീലെസ് എൻട്രി സിസ്റ്റം ഉള്ള വാഹനങ്ങളിൽ നമ്മൾ ഡ്രൈവർ സൈഡിലും അതേപോലെ പാസഞ്ചർ സൈഡിലും കാണാം ഡോർ അൺലോക്ക് ബട്ടണുകൾ കാണാം. അത് കീ ഡ്രൈവറിൻ്റെ ഇന്നർ ഡോർ ഹാൻഡിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് തുറക്കാൻ പറ്റും. വാഹനം പുറത്തുനിന്ന് തുറന്ന പോലെ തന്നെ ഉള്ളിൽ നിന്ന് തുറക്കാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ വാഹനം അൺലോക്ക് ബട്ടൺ ഉണ്ട്, അൺലോക്കായി ലോക്കായി. ഇപ്പോൾ വാഹനം ലോക്കാണ്, റെഡ് കാണാം. ഇനി നമുക്ക് ഇത് ഫസ്റ്റ് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി ഒന്ന് തുറന്നാൽ, ഇപ്പോൾ കുട്ടികളൊക്കെ ഒറ്റ പ്രാവശ്യം തുറന്നാൽ ഡോർ തുറക്കില്ല. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം തുറന്നാൽ ഡോർ അൺലോക്ക് ആവും. റിമോട്ട് കീലെസ് എൻട്രി സിസ്റ്റത്തിൽ റിമോട്ടിൻ്റെ ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞു. റിമോട്ട് വാഹനത്തിൻ്റെ ബാറ്ററി ഡൗൺ ആയാൽ, റിമോട്ടിൻ്റെ ബാറ്ററി ഡൗൺ ആയാൽ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, മാനുവലായിട്ട് നമുക്ക് വാഹനം അങ്ങനെ തുറക്കാവുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതേപോലെ ഈ റിമോട്ടിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ കീ ഫോബിൻ്റെ സ്റ്റാർട്ട് ബട്ടൺ, റിമോട്ട് കീ ഫോബ്. നമുക്ക് വാഹനത്തിന് 1 മീറ്ററുള്ളിൽ റിമോട്ട് ഉണ്ടെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ 60 മീറ്ററിനുള്ളിൽ റിമോട്ടിൻ്റെ എല്ലാ ഫംഗ്ഷനുകളും വർക്ക് ചെയ്യുന്നതാണ്. റിമോട്ട് സ്റ്റാർട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ഈ ബട്ടണാണ്, റൗണ്ട് ബട്ടൺ കാണാം. ഇതിൽ നമ്മൾ ഡ്രൈവർ ഈ അൺലോക്ക് ബട്ടൺ പ്രസ് ചെയ്ത് പിന്നെ നമ്മൾ റിമോട്ട് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിമോട്ട് സ്റ്റാർട്ടിങ് സാധ്യമാണ്. അതേപോലെ ബൂട്ട് ഏരിയ ഓപ്പൺ ആക്കാം. ഇതിനെക്കുറിച്ചുള്ള ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു. ഇനിയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ കീ ഫോബ് ഉള്ള വാഹനങ്ങളിൽ
റിമോട്ട് വാഹനത്തിൽ ഉപേക്ഷിച്ച് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം കുട്ടികളൊക്കെ വാഹനത്തിലുണ്ടെങ്കിൽ ഇത് പവർ വിൻഡോ വർക്ക് ചെയ്യാനും കൈ അതിനിടയിലൊക്കെ പോകാനും അതേപോലെ വാഹനം മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് സേഫ്റ്റിക്ക് വേണ്ടി നിങ്ങൾ കീ ഫോബ് ഉള്ള വാഹനങ്ങൾ റിമോട്ട് വാഹനങ്ങൾ ഉപേക്ഷിച്ച് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക കുട്ടികളുള്ള സമയത്ത്. റിമോട്ട് കീലസ് എൻട്രി സിസ്റ്റത്തെക്കുറിച്ചുള്ള എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അതേപോലെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഫ്രണ്ട്സിൻ്റെ അവർക്ക് ഷെയർ ചെയ്യുക, അവർക്ക് ഹെൽപ്ഫുള്ളാവും. താഴെയുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ അടുത്ത സബ്ജക്റ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ.